ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനായിട്ട് നമുക്ക് ചിക്കൻ കഴുകിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് വെള്ളമൊഴിച്ച് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെക്കണം. വിനാഗിരി ഒഴിച്ച് വെക്കണത് ചിക്കനിലുള്ള ബ്ലഡൊക്കെ നന്നായിട്ട് പോകാനും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയാണ്. അപ്പോൾ 10 മിനിറ്റ് അങ്ങനെ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിന് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 5 സവാളയാണ് എടുത്തേക്കണ. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 2 ഉണ്ട വെളുത്തുള്ളി, ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാൻ 7 എടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ കാശ്മീരി മുളകാണ് ഞാൻ കറികളിലൊക്കെ യൂസ് ചെയ്യണം. അതുകൊണ്ട് അതിന് എരിവുണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ 7 പച്ചമുളക് എടുത്തേക്കണത്. അപ്പം ഞാനിത് കാണിക്കാൻ കാര്യം, ഞാൻ ഫിംഗർ ക്യാപ്പ് ഇടാതെ സവാള ഇത്രയും സ്പീഡിൽ അരിയണത് അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനത് ഇതിലെടുത്ത് കാണിച്ചത്. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ചെയ്യണമായിരിക്കും. കുറേ പേർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയുണ്ടാവും, ഇതെങ്ങനെ ഇത്ര സ്പീഡിൽ ഇങ്ങനെ ക്യാപ്പിടാതെ അരിയണേ എന്നുള്ള ഒരിത്. അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തുടങ്ങിയ പണികളല്ലല്ലോ, എല്ലാം ശീലമായി, എല്ലാത്തിനും സ്പീഡായി എല്ലാമായി. അപ്പോൾ ഇനി സവാള എല്ലാം ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ല കനം കുറച്ചിട്ട് നമുക്ക് സവാള ഇങ്ങനെ മൊത്തത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കണം. ഇനി 2 തക്കാളി ചെറുതായിട്ട് അതും അരിഞ്ഞ് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കണേ കേട്ടോ ഞാൻ നിങ്ങളോട്. അപ്പോൾ ഇനിയും എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് തരും, കമൻറ്റ് ചെയ്യും, എല്ലാം ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ 2 തക്കാളി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതും എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പേസ്റ്റാക്കി അതും എടുത്ത് വെക്കാം. മിക്സിയുടെ ജാറിലിട്ട് അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് മുളക് പൊടി അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ആ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മുടെ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടിയും വഴറ്റിയെടുക്കേണ്ടത് ആ വെളിച്ചെണ്ണയിലേക്കാണ്. നന്നായിട്ട് ചിക്കൻ്റെ എല്ലായിടത്തും എത്തണ രീതിയിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് അവിടെ മൂടി വെക്കുക. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കണതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2 പാൻ വെച്ചേക്കാണ്. അപ്പോൾ 2 പാനിലേക്ക് ഇട്ട് ഒറ്റയടിക്ക് തന്നെ അതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമാവുമല്ലോ, അതിനു വേണ്ടി.
കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു കളർ കിട്ടണത്. അപ്പം നിങ്ങൾ മറ്റേ സാധാ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത്രയും മുളകൊന്നും വാരി ഇടരുത് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിൽ ചേർത്തത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യുന്ന ആൾക്കാർ അതനുസരിച്ച് വളരെ കുറച്ച് ചേർക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കളർ കിട്ടില്ല. കളർ കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം. പിന്നെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്കാണ് സവാള ഇട്ട് വഴറ്റണത്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് അത് കാണിക്കാൻ പറ്റായിരുന്നത്. ആ വെളിച്ചെണ്ണ മൊത്തം ഊറ്റിയെടുത്ത ശേഷം അതിലുള്ള മറ്റേ പൊടികളൊക്കെ കരിഞ്ഞ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം മാറ്റിയിട്ട് ഞാൻ മുകളിൽ നിന്ന് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ അത് സവാള വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയും വഴന്ന് വന്ന ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്യണത്. സവാള ഇത്രയും വഴന്ന ശേഷം തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതിട്ട് പിന്നെ സവാള പിന്നെ അത് ഫ്രൈ ആകൂല. എന്തൊക്കെ ആയാലും ആ ഒരു വേവിൽ തന്നെ പിന്നെ കിടക്കുള്ളൂ. അപ്പോൾ ഇത്രയും സവാള വഴന്ന ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പാടുള്ളൂ. നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് കുറച്ച് സ്പൈസിയാണ്. അപ്പം അതിൻ്റേതായ ഒരു കളർ കിട്ടണമെങ്കിൽ ഇത്രയും സവാള വഴന്ന് കിട്ടണം. ഇത്രയും വഴന്ന് ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം നന്നായിട്ട് ഇട്ടതാണ് ഫ്രൈ ചെയ്യാനുള്ളതിൽ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂൺ അല്ല, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ചിക്കൻ മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലതായിട്ട് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് തീ കുറച്ചിട്ടിട്ട് നല്ലതായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. പൊടികളൊക്കെ ഒന്ന് മൂക്കണ വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഒരല്പം നെയ്യും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ. ഓപ്ഷനിലാണ്, ഉള്ളവർ ചേർക്കുക, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വച്ചേക്കണ ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണില്ല കേട്ടോ, ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ടാണ് വെള്ളം ചേർക്കാത്ത. വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രേവിയുള്ള റോസ്റ്റ് ആയിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിതിൻ്റെ ഒപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. രണ്ടും കൂടി ഒരുമിച്ചിടുമ്പോൾ വീഡിയോ ഒത്തിരി ലോങ് ആവും, അതുകൊണ്ടാണ് അത് ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കാത്തത്. അപ്പം എൻ്റെ അടുത്ത വീഡിയോ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ പണികൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ എൻ്റെ ഫോണിലേക്ക് ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഇതുവരെ